80-20 പ്രിൻസിപ്പിൾ നമുക്കൊന്ന് പഠിക്കാം എന്ന് ഞാൻ പറയുക. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ മൈൻഡിൽ പോയത് നമുക്കറിയാവുന്ന കാര്യമില്ലയോ, 80% റിസൾട്ട് വരുന്നത് 20% കസ്റ്റമറിൽ നിന്നാണ്, അല്ല എഫേർട്ടിൽ നിന്നാണ്. അറിയാം സാർ, ഐ നോ ഇറ്റ്. എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് ഷട്ടാവും. അറിയാവുന്ന ഒരു കാര്യമാണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യും. നമുക്കൊരു കാര്യം അറിയാം, ഇത് ഒരു 100 തവണയിൽ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. 80-20 പ്രിൻസിപ്പിൾ. ഓരോ തവണയും ഇത് പഠിക്കുന്നത് എൻ്റെ മൈൻഡിൽ ഓരോ ചോദ്യം വെച്ചിട്ടാണ്. ഈ 80-20 പ്രിൻസിപ്പിൾ എൻ്റെ കസ്റ്റമറിൽ എങ്ങനെ നടപ്പാക്കാം, എൻ്റെ കസ്റ്റമറിൽ എങ്ങനെ നടപ്പാക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് 80-20. 80% കസ്റ്റമേഴ്സ്, 20% കസ്റ്റമർ. 80% റവന്യൂ വരുന്നത് 20% കസ്റ്റമറിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 20%ലാണ്. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ഫസ്റ്റ് ടൈം ലേണിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നു. ഇത് 2ാമതും 3ാമതും 4ാമതും പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 20%ൻ്റെ അകത്ത് ഒരു 80-20 പ്രിൻസിപ്പിളുണ്ട്. ഈ 20ക്കകത്ത് ഒരു 80-20, വിച്ച് മീൻസ് ഈ പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. 80%, 16%, 4%. ഈ 4ൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ അൾട്രാ പ്രീമിയം. ഇവരോ പ്രീമിയം, ഇവരോ ജനറൽ. നിങ്ങൾ പഠിച്ച അതേ സാധനത്തിൽ നിന്നാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് ഉണ്ടായത്. എങ്ങനെയാ അതുണ്ടായത്? അതേ കാര്യം 2ഉം 3ഉം 4ഉം തവണ പഠിച്ചപ്പോൾ മനസ്സിലായി, ഈ ടോപ്പ് 20ക്കകത്ത് ഒരു 80-20 ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലായി. ഇതിൻ്റെ പേരാണ് നമ്മളിട്ടത് ദ കിങ് മേക്കേഴ്സ്. ഇതാണ് ദ കിങ്സ് ക്ലബ്. ഇനി എന്തുണ്ടാക്കി? ഇതിൻ്റെ അകത്തും വേറൊരു 80-20 ഉണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ അകത്ത് ടോപ്പ് 20യെ പിടിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബായി കൊണ്ടുവന്നു. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ 80-20 പഠിച്ചു അല്ലേ? ആരൊക്കെ പഠിച്ചിട്ടുണ്ട് 80-20? എത്ര അടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്? ഇത് ഞാൻ എൻ്റെ കസ്റ്റമറിൽ നടപ്പാക്കി, എൻ്റെ ടീമിൽ ഞാനിത് നടപ്പാക്കി, എൻ്റെ സ്റ്റാഫിൻ്റെ അകത്ത്, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഞാൻ നടപ്പാക്കി. അതുകൊണ്ടാണ് പല പരിപാടി, സ്റ്റാഫ് ട്രെയിനിങ് ഉൾപ്പെടെ ഞാൻ ഒഴിവാക്കി. ഇത് ഞാൻ വേറൊരിടത്ത് നടപ്പാക്കി, എൻ്റെ ഫ്രണ്ട്സിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ. ഈ 80% ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കി, എനിക്ക് ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന 20% ആളുകളെ മാത്രം കൂടെ നിർത്തി, ബാക്കി ഒഴിവാക്കി. എന്താ ചെയ്തേ? ആ 80-20 ഓരോ തവണയും നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഡിഫറൻറ്റ് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ്. അപ്പോൾ എനിക്കെന്തുണ്ടായി? ആ 4% കാറ്റഗറി അൾട്രാ പ്രീമിയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. ആ 4% പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. 4% ഇതെൻ്റെ ആക്ടിവിറ്റീസിൽ, ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ ഞാൻ 80-20 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചു. എൻ്റെ ചോദ്യം എന്താ? നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നു 80-20, എവിടെയൊക്കെ നടപ്പാക്കി? ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അക്ഷയ്, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കിട്ടിയ സാധനം, നമുക്ക് ആ യൂസ്ഫുൾ ആയ സാധനം, ഹൗ ക്യാൻ ഐ അപ്ലൈ ഇൻ മൈ ലൈഫ് ഇൻ 100 ഡിഫറെൻറ്റ് വേയ്സ്? എൻ്റെ ജീവിതത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ, എവിടൊക്കെ എനിക്ക് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. യു ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ നമുക്ക് പറ്റണം. ആൻഡ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സീക്രട്ട് ഇൻ ലേണിംഗ്. ലേണിംഗ് അല്ല പവർഫുൾ, റീലേണിംഗ് ആണ് പവർഫുൾ. നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പവർ ഉണ്ടല്ലോ. കുട്ടികൾ ഈ സീസോ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? സീസോ എങ്ങനെയത്? നടുക്കൊരു സാധനം, ഇതിങ്ങനെ വരുന്നു, ഒരാൾ താഴോട്ട് പോകുന്നു, ഒരാൾ മുകളിലേക്ക് പോകുന്നു, അല്ലേ? ഒരു സീസോ മോഡലിൽ. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഇത് കളിക്കുന്ന കാണുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഇവിടോട്ട് വരുന്നു, ഇവിടുന്ന് ഇയാൾ പുഷ് ചെയ്ത് മേളോട്ട് പോകുന്നു, അപ്പോൾ ഇയാൾ താഴോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഇയാൾ പുഷ് ചെയ്ത് മേളോട്ട് പോകുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഗെയിം ആകുന്നത്, അല്ലേ? ഇത് രണ്ടുപേരും പുഷ് ചെയ്യാതെ ഇതിങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നിരിക്കട്ടെ. എന്തെങ്കിലും രസം കാണുമോ അതിന്? ഒന്നുമില്ല, റൈറ്റ്? എന്ന് പറയുന്ന പോലെയാണ് ഈ ലൈഫിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് പലപ്പോഴും എന്ത് കാണില്ല, ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുഖം അതിന് കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവണം. അപ്പം ഈ
എല്ലാവരും നോക്കുന്നത് ലൈഫിനെ എപ്പോഴും ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. രണ്ടറ്റവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതിന് സത്യത്തിൽ ഒരു സുഖവും കാണത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കളിക്കണം. അപ്പം ഈ പലരും ശ്രമിക്കുന്നത് ഈ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി വെക്കുക എന്നുള്ള ഇതെൻ്റെ ലേണിംഗ് ടൈം എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ആ സമയത്ത് മാത്രമേ അവർ പഠിക്കൂ. ഓക്കെ, അതാണ് ഈ ബാലൻസിങ് ഓഫ് ലൈഫ്. ഓക്കെ, ഇന്ന സമയം പഠിത്തത്തിന് വേണ്ടി, ഇന്ന സമയം ഓഫീസിന് വേണ്ടി, ഇന്ന സമയം വീട്ടുകാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടൈം ബോക്സ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ബാലൻസിങ്ങിൽ പോയാൽ രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും അത് നടക്കാൻ പോകുന്നില്ല. അതിനൊരു സുഖവും കാണത്തില്ല. അപ്പം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ സീസോ കളിക്കുന്ന പോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമുക്കെപ്പോഴും വേണ്ടതൊരു വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷനാണ്. ബാലൻസിങ് അല്ല, ഇൻ്റഗ്രേഷൻ. അതായത് ജോലിയും ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസം വേണ്ട. ഇന്ന സമയത്ത് ജോലിയെ ചെയ്യൂ, ഇന്ന സമയത്ത് ജോലി ചെയ്യില്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ ബിസിനസ്സുകാരാണ്. അത് എംപ്ലോയീസിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 9 to 5 ആ സമയത്ത് അവർ ജോലി ചെയ്യൂ, അത് കഴിഞ്ഞ് ജോലി ചെയ്യില്ല എന്നൊക്കെയുള്ള തീരുമാനം അവർക്കുള്ളതാണ്. നമുക്കെന്താണ്? നമ്മൾ ജീവിക്കുമ്പോഴും അതിൻ്റെ അകത്തൊരു വർക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എപ്പോഴും നമ്മളുടെ ബ്രെയിനിൻ്റെ ബാക്ക് എൻഡിൽ ഇങ്ങനെ നമ്മളുടെ ഓഫീസ്, നമ്മുടെ ബിസിനസ്, നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ക്യാഷ് ഫ്ലോ, നമ്മുടെ ഫിനാൻസ്, മണി, ഈ ചിന്തകളെല്ലാം ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ലേണിങ്ങിന് കൊടുക്കുന്നത്. അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെച്ചിട്ട് ആ സമയം മാത്രം പഠിക്കാനായിട്ടിരുന്നാൽ നമ്മൾ ശരിക്കും പഠിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ നമ്മൾ എന്ത് ചെയ്യുക? ആ കിട്ടുന്ന ഗ്യാപ്പിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. മനസ്സിലായോ? രാത്രി 9 തൊട്ട് 10 വരെ ഞാൻ പഠിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ ചെന്നു, അവിടെ ഒരു 20 minutes നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് കിട്ടുക. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഓപ്പൺ ചെയ്ത് കുറച്ച് റീൽസ് കണ്ടുകൊണ്ടിരിക്കും അല്ലേ? ആ സമയത്ത് നമ്മളുടെ കയ്യിൽ പഠിക്കാനുള്ള ആ സാധനം നമ്മളുടെ ഒരു കിൻഡിലായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കിങ്സ് ക്ലബിൻ്റെ CRM പോലെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലുള്ള ഗുണം എന്താ? ഇൻസ്റ്റൻ്റായിട്ട് അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആ 20 മിനിറ്റ്, ആ കിട്ടിയ 20 മിനിറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ബാലൻസിങ്ങിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എന്താണ്? ഇൻ്റഗ്രേഷനാണ്. അപ്പം നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലെത്തിയാലേ പഠിക്കാൻ പറ്റൂ, ലാപ്ടോപ്പ് തുറന്നു വെച്ചാലേ പഠിത്തമാകത്തുള്ളൂ, ബുക്ക് എടുത്തു വെച്ച് എഴുതിക്കൊണ്ടിരുന്നാലേ പഠിത്തമുള്ളൂ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും വെക്കണ്ട. പഠിക്കുന്ന കാര്യത്തിന് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും വെക്കണ്ട. ഇന്ന ടൈമിലേ പഠിക്കത്തുള്ളൂ എന്ന നിർബന്ധമൊന്നും വേണ്ട. ഓട്ടത്തിലല്ലേ നമുക്ക് വെളിച്ചം വേണ്ടേ? ആ ഓട്ടത്തിൽ വെളിച്ചം കിട്ടാൻ ഒരു ഡൈനാമോ പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കാൻ പറ്റണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സാർ എങ്ങനെ ഇതൊക്കെ പഠിക്കുന്നത്, സാറിന് എവിടുന്ന ഇതൊക്കെ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 മണിക്കൂർ ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ 45 മിനിറ്റും ഞാൻ എവിടെങ്കിലും കണ്ടതോ കേട്ടതോ ഒബ്സർവ് ചെയ്തോ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ശരിയല്ലേ? അതെന്തുകൊണ്ടാണ്? ആ പോയ ഷോപ്പിംഗ് സമയത്തും നമ്മളിങ്ങനെ ഡൈനാമോ പോലെ ചാർജ് ആയിക്കൊണ്ടിരിക്കുക പല കാര്യങ്ങളും. ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാനുണ്ട്? ഇതിലെന്ത് എൻ്റെ ബിസിനസ്സിൽ നടപ്പാക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കാര്യം എടുത്തിട്ട് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് നോക്കുക. അപ്പം ഫുൾ ടൈം നമ്മളിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമോ പോലെ ആയിരിക്കണം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ ട്രാഫിക് എവിടെയായിരിക്കും? താഴെ, ബാഡ് ആവറേജ്. ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ ട്രാഫിക്. മുകളിലേക്ക് കയറും തോറും നോ കോമ്പറ്റീഷൻ. കാരണം എനിക്ക് വിശ്വാസം എന്നിലാണ്, എൻ്റെ കഴിവിലാണ്, എൻ്റെ നടപ്പാക്കാനുള്ള എബിലിറ്റിയിലാണ് എൻ്റെ വിശ്വാസം. പഠിപ്പിക്കാനുള്ള സ്കില്ലിലല്ല, പഠിപ്പിക്കുന്ന കാര്യം നടപ്പാക്കാനുള്ള എബിലിറ്റിയിലാണ് എൻ്റെ വിശ്വാസം, എൻ്റെ സ്കില്ലിലാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. പീപ്പിൾ വിൽ റെക്കഗ്നൈസ് ഇറ്റ് വെരി ഈസിലി. ആളുകൾ പെട്ടെന്ന് അത് മനസ്സിലാക്കും. ഇവൻ ടോപ്പിലെത്തി, ഇവൻ വേൾഡ് ക്ലാസ്, ഇവൻ പുലിയാണ്, ഇവനിൽ എന്തോ ഉണ്ട് എന്ന് നമ്മുടെ മാർക്കറ്റിന് പെട്ടെന്ന് മനസ്സിലാവും വെൻ യു റീച്ച് ദ ടോപ്പ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന്. നിങ്ങൾ വേൾഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഓഡിയൻസിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. ഓഡിയൻസ്, കസ്റ്റമർ നമ്മളുടെ പിന്നാലെ വരും.
യു ആർ ട്രൂലി വേൾഡ് ക്ലാസ്, ഓഡിയൻസ് വിൽ റൺ ബിഹൈൻഡ് യു. നിങ്ങളെ തേടി വരും അവർ, നിങ്ങൾ ഒരാളെയും തേടി പോകേണ്ടി വരത്തില്ല. നിങ്ങൾ എക്സെപ്ഷണൽ ആണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ കസ്റ്റമർ. ഓഡിയൻസിനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ തേടി ലോകം വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് യു ആർ സോ ഗുഡ് അറ്റ് വാട്ട് യു ഡു. നിങ്ങൾ അത്രയും മിടുക്കനാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പം നമ്മൾ എന്താ ചെയ്താൽ മതി? ഗുഡ്, ബാഡിൽ നിന്ന് ആവറേജ്, ആവറേജിൽ നിന്ന് ഗുഡ്, ഗുഡിൽ നിന്ന് ഗ്രേറ്റ്, ആൻഡ് ഗ്രേറ്റിൽ നിന്ന് വേൾഡ് ക്ലാസ് ആയി മാറിയാൽ മതി. മാസ്റ്ററി. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജാണ്. നമ്മളുടെ ഏത് കോമ്പറ്റീറ്ററെയും തോൽപ്പിക്കാൻ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് വി ഹാവ് ലേൺ ദ മാസ്റ്റർ സ്കിൽ ഓഫ് ഓൾ ദ സ്കിൽ. എല്ലാ സ്കിൽസിൻ്റെ ഏതൊരു സ്കില്ലെടുത്താലും അതിൻ്റെ മാസ്റ്റർ സ്കില്ലാണ് ലേണിംഗ് എന്ന് പറയുന്നത്.